ഹായ് ഹലോ, നമുക്ക് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനായി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്താൽ മതി കേട്ടോ. മുരിങ്ങാക്കായ നിർബന്ധമായും എടുക്കണേ. ഞാൻ എടുത്തിട്ടുള്ളത് മുരിങ്ങാക്കായ, പച്ചക്കായ, ബീൻസ്, പയർ, പിന്നെ അതുപോലെ കൈപ്പക്ക, ചേനൻ്റെ ഒരു ചെറിയ പീസ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും. ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സാക്കിയിട്ട് നമുക്കിതിനി വേവിച്ചെടുക്കാനായി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായി 1/4 കപ്പ് തേങ്ങയും 5-6 ചെറിയുള്ളിയും 1 പച്ചമുളകും, നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പിലയും ചെറിയ ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുത്ത് വരാം. ഇനി നമ്മൾ നേരത്തെ വെച്ച വെജിറ്റബിൾസിലെ അതിടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്കൊരു 10 മിനിറ്റിൽ തന്നെ വെജിറ്റബിൾസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇതിക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് തൈരും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം അല്പം കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം അല്പസമയം നമുക്ക് മൂടി വെക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നമ്മുടെ അവിയൽ എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഓണമല്ലേ വരാൻ പോകുന്നത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് അവിയൽ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. ആർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കണേ.